സമൃദ്ധി മൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ സ്വന്തം നാടായ കൊടുങ്ങല്ലൂരിലെ വിനോദേന്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹോം ഡെക്കർ പ്ലാന്റ്സും അതങ്ങനെ കെയർ ചെയ്യണമെന്നൊക്കെ വിനോദേനോട് ചോദിച്ചിട്ടറിയാം. അപ്പൊ നമുക്ക് വിനോദേന്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് വിനോദേൻ്റെ വീട്. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ OK ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സൂര്യാസോഡ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വെറൈറ്റി ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഇന്ന് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ്, അതിൻ്റെ കെയർ ആൻഡ് ടിപ്സും ആണ്. ബാക്കി പ്ലാന്റ്സ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിനോദേട്ടനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. ഈ ചെടിയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ബട്ടൺസ് പ്ലാന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സീസൺ എന്തെങ്കിലും ഉണ്ടോ? സീസൺ ഇല്ല, ഏത് സമയത്തും വളർത്താവുന്ന ചെടിയാണ്. അത്യാവശ്യം ഷെയ്ഡിൽ വളർത്താം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും വളം എങ്ങനെ സാധാരണ ചെയ്യണ പോലെ പിണ്ണാക്കിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. 19 സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ചെയ്യാം. ഓക്കെ. ഈ പ്ലാന്റിന്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ്, അതായത് ഒരു റെഡ് ഫ്ലവർ അതിൽ വരും. അത് എല്ലാ സമയത്തും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ കമ്പ് കുത്തി കഴിഞ്ഞാൽ എളുപ്പം തൈ ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴേക്കും പൂക്കളുടെ സീസൺ? പൂക്കളത് ഇടയ്ക്കിടയ്ക്ക് അത് പൂത്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സീസൺ ഇല്ല. ഓക്കെ. പ്രത്യേകിച്ച് വളങ്ങൾ അങ്ങനെ എന്തെങ്കിലും കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ? വളങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, 19 സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കപ്പലി പിണ്ണാക്കിൻ്റെ തെളി 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുക. ഷിഡിയാന്നാണ് ആ ചെടിയുടെ പേര്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ്. പ്രത്യേകിച്ച് സീസണൊന്നുമില്ല അതിന്. അത്യാവശ്യം തണലത്തിട്ട് കഴിഞ്ഞാൽ വളർത്തിയെടുക്കാതെ. വളങ്ങൾ എന്തൊക്കെയായിട്ട്? വളം പിണ്ണാക്കിൻ്റെ തെളി 10 ഇരട്ടി വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കും. 19 സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് ഡിഷീഡിയ വെരിഗേറ്റഡ് ആണ്. ഇത് സീസണൊന്നുമില്ല, എല്ലാ സമയത്തും മുറിച്ച് പിടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ പേര് ഗോൾഡൻ ഫേൺ എന്നാണ്. അത് വളർത്തണത് മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നട്ട് വളർത്തണം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് രാസവളങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് കൊടുക്കുക. ഇവിടെ ഫേൺസിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഫാനാണ്. സോൾട്ട് ഫേൺ എന്നാണ് ഇതിൻ്റെ പേര്. ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കൂടിയുള്ള മിക്സറിൽ തന്നെയാണ് ഈ ഒരു ഫാൻ നമ്മൾ നടുന്നത്. ഇത് വേറൊരു ടൈപ്പ് ഫാനാണ്. ആ ചെടിയുടെ പേര് ബേർഡ് നെസ്റ്റ് എന്നാണ്. ബേർഡ് നെസ്റ്റ് ഫാൻ എന്നാണ് അതിൻ്റെ പേര്. അത് ചകിരിച്ചോറും അല്പം മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നടാം. എല്ലുപൊടിയും കൂടിയും ചേർത്തിട്ട്. ഈ ഫാൻ ഇന്റേണലൊക്കെ വളർത്താൻ പറ്റുമോ? അത് ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ പറ്റും. എത്ര രൂപയൊക്കെ വരുന്നുണ്ട് ഇതിന്? അത് 250 രൂപ വില വരുന്നുണ്ട്. ഇതൊരു ഫാനാണ്, സ്റ്റാഗോൺ ഫാൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ. അതിനൊക്കെ വളം ഇട്ട് കൊടുക്കണം? അതിന് പ്രത്യേകിച്ച് വളം വേണ്ട. പിണ്ണാക്കിൻ്റെ തെളിയോ എന്തെങ്കിലും രാസവളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എത്ര രൂപ വരുന്നുണ്ട്? അത് 1000 രൂപ വില വരുന്നുണ്ട്.
ഇത് വേറൊരു ടൈപ്പ് ഫാനാണ്. ഇതിനെ ഫിഷ് ടെയിൽ എന്നാണ് പറയുക. ഇതിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ NPK ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്, പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് റേറ്റ് വരുന്നത് ഒരു 250 രൂപയൊക്കെ വരുന്നുണ്ട്. ചെടിയുടെ പേര് ഓക്സാലിസ് എന്നാണ്, ബട്ടർഫ്ലൈ എന്നും പറയും. അധികം നനവ് പാടില്ല. മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നടാം. വെള്ളം ഇടയ്ക്ക് നനച്ചാൽ മതി. അത് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റും. ഇൻഡോറാണ്, അധികം വെയിൽ വേണ്ട. എത്ര രൂപയൊക്കെ വരുന്നുണ്ട് അതിന്? ഇതിപ്പോ ഒരു ചെറിയ തൈന് 100 രൂപ വരുന്നുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഫാനാണ്. സാധാരണ നമ്മൾ മറ്റേ ഫേൺസൊക്കെ നടുന്ന പോലെ തന്നെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഉള്ള പോട്ടി മിശ്രം തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. ഇത് മറ്റൊരു ടൈപ്പ് ഫേണാണ്. ഇതിൻ്റെ പേര് ബോസ്റ്റൺ ഫേൺ എന്നാണ്. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൊണ്ടുള്ള പോട്ടി മിക്സ്ചർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഇത് വണ്ടറിങ് ജോയും പർപ്പിൾ വാഫിൾസും ആണ്. അധികം കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ഹാങ് ചെയ്യാനും അതേപോലെ തന്നെ താഴെ പോട്ടിൽ വെക്കാനും പറ്റും. ഇതിൻ്റെ പേര് പെപ്പറോമിയ എന്നാണ്. ഇതിന് സാധാരണ നമ്മൾ ബാക്കി എല്ലാ ഇലച്ചെടികളൊക്കെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും കെയർ ചെയ്യുന്നത്. ഇതിനൊരു 250 രൂപയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എപ്പേഷ്യ എന്നാണ്. ഇതിൻ്റെ ഇലകൾ എന്ന് പറയുമ്പോൾ വൈറ്റ് ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ സാധാരണ ഇലച്ചെടികളൊക്കെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചെടിയും നമ്മൾ കെയർ ചെയ്യേണ്ടത്. 200 രൂപയൊക്കെ ഇതിന് വില വരുന്നുണ്ട്. ഫിറ്റോണി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇത് നമ്മൾ ചാണകപ്പൊടിയും മണലും ചകിരിച്ചോറും കൂടിയുള്ള മിക്സറിലാണ് ഇത് നട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിൽ കൂടെ. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും രാസവളങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഇലകൾ കാണാനാണ് ഭംഗി. പല വെറൈറ്റി കളറിൽ ഉള്ള ലീഫുകളൊക്കെ നമുക്ക് ഫിറ്റോണിയിൽ അവൈലബിൾ ആണ്. 200 രൂപയൊക്കെ ഈ ചെടിക്ക് വരുന്നുണ്ട്. അപ്പോൾ 40-50 രൂപയൊക്കെയാണ് ഇതിൻ്റെ കുഞ്ഞി തൈക്ക് വരുന്നത്. അപ്പോൾ ഇത് കൊറിയർ അയക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. കൂടാതെ നമുക്ക് ഹാങ് ആയിട്ടും ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് താഴത്ത് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത്. ഇതിനെന്തൊക്കെയാ വളമൊക്കെ ഇട്ട് കൊടുക്കണം? ഇതിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ രാസവളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക, വെള്ളം കൂട്ടി. നല്ല വെയിൽ വേണം ഇതിന്. വേണ്ട, ഷെയ്ഡാണ്. ഇതിന് എത്ര രൂപയ്ക്ക് വരുന്നുണ്ട്? അത് വലിയ പ്ലാന്റ് 250 രൂപ. ഇതൊക്കെയാണ് വിനോദേൻ്റെ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. ബാക്കി ഹോം ഡെക്കർ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഹോൾസെയിൽ റേറ്റിന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ OK ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സൂര്യ സോഡ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള വീടാണ് വിനോദേൻ്റെ വീട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ കൊറിയർ അയക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നിന്ന് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വിനോദേൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൊറിയർ വഴി വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.